ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓട്സ് ബീട്രൂട്ട് ദോശയാണ്. ഇത് ഗർഭിണികൾക്കും രക്തക്കുറവുള്ളവർക്കും ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ക്രിസ്പി ദോശയാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ഓട്സ് ബീട്രൂട്ട് ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾക്ക് ദോശ ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് ഓട്സ് ആണ് ഞാൻ എടുക്കുന്നത്. ഓട്സ് എടുത്ത അതേ അളവിൽ തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മൾക്ക് എടുക്കണം. ഇത് മസൂർ ദാലാണ്. ഇത് 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തെടുത്ത് വെച്ചതാണ്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അഥവാ നിങ്ങളുടെ കയ്യിൽ ഈ മസൂർ ദാൽ ഇല്ലെങ്കിൽ ചെറുപയർ പരിപ്പും 1 കപ്പ് എടുത്താൽ മതിയാവും. അതും വെള്ളത്തിൽ കുതിർത്ത് വേണം ചേർക്കാൻ. അതേപോലെ തന്നെ 1 കപ്പ് ബീട്രൂട്ട് നുറുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു മീഡിയം സൈസിലുള്ള ഫുള്ള് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇനി 1 കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ ഞാൻ ഇവിടെ 1 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പച്ചമുളകിന്റെ എരിവനുസരിച്ച് നിങ്ങൾക്ക് 1-2 ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചു കൊണ്ടുവരാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി അരച്ചെടുക്കാം. ഇല്ലെങ്കിൽ ബീട്രൂട്ട് ശരിയായി അരഞ്ഞു കിട്ടില്ല. ദോശമാവ് ഇവിടെ അരച്ചെടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനി നമ്മൾക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ബാറ്റർ ഇപ്പം ഒരല്പം കട്ടിയിലാണ് ഇരിക്കുന്നത്. നമ്മൾക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ദോശമാവിന്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റിയെടുക്കാം. മാവ് അരച്ച മിക്സി ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തതിന് ശേഷം അത് ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ദോശ ചുടുന്ന ഒരു പാകത്തിന് വേണം ഈ ബാറ്റർ വേണ്ടത്. ഇപ്പോൾ ദോശമാവ് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ഒന്നും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിവിടെ ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി ഇതൊരു 5 മിനിറ്റ് നമ്മൾക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് ഈ ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു തേങ്ങാ ചട്നി നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ചട്നി തയ്യാറാക്കാനായി ഒരു മിക്സി ജാറിലേക്ക് 1 കൈപ്പിടിയോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ പ്രധാന ചേരുവയായിട്ടുള്ള 3 വറ്റൽമുളക് ഇതുപോലെ ഒന്ന് ചുട്ടെടുത്തത് ചേർത്ത് കൊടുക്കാം. ഗ്യാസ് ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചുമിട്ട് കരിയാതെ ചുട്ടെടുത്തതാണിത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചു കൊണ്ടുവരാം. മുളക് ചുട്ടെടുത്ത തേങ്ങാ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമ്മൾക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സി ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ചട്നി ഒരുപാട് ലൂസാക്കി എടുക്കരുത്. ഈ ഒരു പാകത്തിന് വേണം ചട്നി ഉണ്ടാവാൻ. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കടുക് വറുത്തിടണം. കടുക് താളിച്ചത് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ദോശയ്ക്കുള്ള തേങ്ങാ ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഈ ചട്നി. നമ്മൾ വറ്റൽമുളകൊക്കെ ചുട്ടടിച്ചത് കൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ചട്നിക്ക്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഈ ചട്നി ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇനി നമ്മൾക്ക് ഓട്സ് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. നന്നായി ചൂടായ ദോശ പാനിലേക്ക് ഒരല്പം വെള്ളം തളിച്ചു കൊടുത്ത് ചൂടൊന്ന് ക്രമീകരിച്ചതിന് ശേഷം നമ്മൾക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു തവി മാവ് ഒഴിച്ചതിന് ശേഷം വളരെ നൈസായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇങ്ങനെ നൈസായി പരത്തുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമ്മൾക്ക് കിട്ടുള്ളൂ. നമ്മൾ ഇതിലേക്ക് മസൂർ ദാലൊക്കെ ചേർത്തുകൊണ്ട് തന്നെ വളരെ ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് നമ്മൾക്ക് കിട്ടുക. ഇനി ഇതിലേക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നെയ്യോ എണ്ണയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എണ്ണ ചേർത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു ഭാഗം നന്നായി ഒന്ന് മൊരിഞ്ഞു വരാൻ വേണ്ടി നമ്മൾക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഭാഗം നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇതിനി നമ്മൾക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ദോശ പാനിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഇളക്കിയെടുക്കാനും പറ്റും. ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾക്ക്
ദോശപ്പാനിൽ നിന്നും മാറ്റാം. വളരെ ക്രിസ്പി ആയിട്ടുള്ള ഓട്സ് ബീട്രൂട്ട് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾക്ക് ബാക്കി എല്ലാ ദോശയും ചുട്ടെടുക്കാം. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഓട്സ് ബീട്രൂട്ട് ദോശയും മുളക് ചുട്ടരച്ച തേങ്ങാ ചമ്മന്തിയും നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.